ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നിഴൽ വീണ വഴികളും വെളിച്ചം നിറഞ്ഞ സ്വപ്നങ്ങളും എന്നൊരു കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ആര്യനും ദേവനും. രണ്ടുപേരും ഒരേ സാഹചര്യങ്ങളിൽ വളർന്നവർ, ഒരേപോലെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചവർ. അവർക്ക് മുന്നിൽ ഒരുപോലെ ഒരു സുവർണ അവസരം വന്നു ചേർന്നു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി വലിയൊരു സംരംഭകനാവുക എന്നത്. പക്ഷേ അവർ എടുത്ത തീരുമാനങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആര്യൻ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകി. ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ജോലി കളഞ്ഞ് റിസ്ക് എടുത്താൽ കയ്യിലുള്ളതും പോകും, ആളുകൾ പരിഹസിക്കും എന്ന് അവൻ ഭയന്നു. അവൻ ആ അവസരം വേണ്ടെന്ന് വെച്ചു. ദേവൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. തോറ്റാൽ അതൊരു പാഠം, ജയിച്ചാൽ അതൊരു ചരിത്രം. എന്തായാലും ഒരു കൈ നോക്കാം. അവൻ തന്റെ സമ്പാദ്യമെല്ലാം ഇറക്കി കഠിനാധ്വാനം ചെയ്യാൻ ഉറച്ച് ആ റിസ്ക് ഏറ്റെടുത്തു. അങ്ങനെ വർഷങ്ങൾ 10 കഴിഞ്ഞു. ദേവന്റെ വഴി എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 2 വർഷം അവൻ കഠിനമായി പരാജയപ്പെട്ടു. പലരും അവനെ കളിയാക്കി. കടബാധ്യതകൾ അവനെ ശ്വാസം മുട്ടിച്ചു. പക്ഷേ ഓരോ പരാജയത്തിൽ നിന്നും അവൻ പഠിച്ചു. ഒടുവിൽ അവന്റെ കഠിനാധ്വാനവും റിസ്ക് എടുക്കാനുള്ള മനോഭാവവും അവനെ വിജയത്തിലേക്ക് നയിച്ചു. ഇന്ന് അവൻ 100-ലധികം പേർക്ക് ജോലി നൽകുന്ന വലിയൊരു കമ്പനിയുടെ ഉടമയാണ്. അവന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. എന്നാൽ ആര്യൻ, അവൻ ഇപ്പോഴും അതേ പഴയ ചെറിയ ജോലിയിൽ തന്നെയാണ്. ശമ്പളം അല്പം കൂട്ടിയിട്ടുണ്ടാകാം, പക്ഷേ അവന്റെ മനസ്സിൽ സന്തോഷമില്ലായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരേ വിരസമായ ജോലിയിലേക്ക് പോകുമ്പോൾ അവന്റെ മനസ്സ് അവനോട് പറയുമായിരുന്നു, അന്ന് ഞാനും ദേവന്റെ കൂടെ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ഒരു വൈകുന്നേരം അവർ രണ്ടുപേരും വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടി. സുഖവിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ആര്യൻ ഒരു നെടുവേർപ്പോടുകൂടെ ദേവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദേവ, നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. അന്ന് നിനക്കൊപ്പം ഇറങ്ങാൻ എനിക്കും അവസരമുണ്ടായിരുന്നു. പക്ഷെ തോറ്റുപോയെങ്കിലോ എന്ന ഭയം കാരണം ഞാൻ പിന്മാറി. ഇന്ന് ഞാൻ സുരക്ഷിതനാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ട്. അന്ന് ആ റിസ്ക് എടുക്കാത്തതിൽ എനിക്ക് ഇന്ന് വലിയ വിഷമമുണ്ട്. ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ആര്യന്റെ തോളിൽ തട്ടി ഇങ്ങനെ പറഞ്ഞു, ആര്യ, റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ താൽക്കാലികമായ പരാജയം നേരിടേണ്ടി വന്നേക്കാം. അത് ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിന്നേക്കാം. പക്ഷേ റിസ്ക് എടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന റിഗ്രറ്റ് അല്ലെങ്കിൽ പശ്ചാത്താപം, അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ശിക്ഷയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുന്നിലുള്ളത് ഒരൊറ്റ ജീവിതം മാത്രമാണ്. പ്രായം കടന്നു പോകുമ്പോൾ നമ്മൾ എടുത്ത തെറ്റായ തീരുമാനങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കില്ല. മറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം കാണിക്കാതെ പോയതിനെ കുറിച്ച് ഓർത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ ഭയപ്പെടരുത്. ഒരു പുതിയ കോഴ്സ് പഠിക്കാനോ, പുതിയൊരു ജോലിക്ക് അപേക്ഷിക്കാനോ, ഒരു ബിസിനസ് തുടങ്ങാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാനോ ഭയക്കരുത്. റിസ്ക് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ റിഗ്രറ്റ്. കാരണം വീണ് പരിക്കേറ്റ മുറിവുകൾ കാലക്രമേണ ഉണങ്ങും. പക്ഷെ വറ്റാത്ത പശ്ചാത്താപത്തിന്റെ മുറിവുകൾ മനസ്സിലെന്നും ഒരു ഭാരമായി അവശേഷിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക, റിസ്ക് എടുക്കുക, ജീവിതത്തെ ജയിച്ചടക്കുക. തീയതിയും സമയവും നിങ്ങൾക്കായി കാത്തു നിൽക്കില്ല. മാറ്റം ഇന്ന്, ഇപ്പോൾ തന്നെ തുടങ്ങട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക.